എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു പെൺകുട്ടി ന്യൂജൻ പിള്ളേരെ പറ്റി സലിംകുമാർ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനു കൊള്ളാം, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, ഞങ്ങൾ ചെയ്തു വെച്ചതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ എന്നൊക്കെ പറയാം. അതും കറക്റ്റ് ആണ്. കാരണം ഇവർ ഈ ഹോട്ടലിന്റെ അല്ലെ എവിടെയെങ്കിലും ഫുഡിന്റെ റീൽസ് എടുത്ത് അത് ഇടുക എന്നല്ലാതെ ന്യൂജൻ പിള്ളേരെ ഒന്നിനും കൊള്ളില്ല എന്നാണ് സലിംകുമാർ പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരു ന്യൂജൻ കുട്ടി സാറ ജോസഫ്, അജിൻ റെജി, ഇവര് ലവ് മാരേജ് ആണ്. അത് കഴിഞ്ഞിട്ട് അജിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. അപ്പൊ ആ ആക്സിഡന്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് അതിനെയൊക്കെ പുള്ളിക്കാരത്തി വ്ളോഗ് എടുത്തു. അത് വൈറലായി ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. അത് വൈറലായപ്പം പല അഭിപ്രായം ജനങ്ങൾ പറയും പുള്ളിക്കാരത്തി അതൊരു കോമഡി ആയിട്ട് ചിത്രീകരിച്ചു. അതായത് കാലിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഹസ്ബൻഡിന്റെ പ്ലാസ്റ്റർ ചിത്രം വരയ്ക്കാനൊക്കെയാണ് പുള്ളിക്കാരത്തിക്ക് താല്പര്യം. പിന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ട് തീറ്റി മത്സരം അങ്ങോട്ട് തുടങ്ങി. അങ്ങ് ഒരു രക്ഷയില്ലാത്ത തീറ്റി മത്സരം, അതെടുത്ത് വ്ളോഗും ഒക്കെ അങ്ങിട്ടു. അപ്പൊ ആൾക്കാര് ഇതെന്തൊരു ജന്മം, ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനൊന്നും കൊടുക്കുന്നില്ല തിന്നുന്നതൊക്കെ. അതിന്റെ മറുപടിയും പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്ത സാധനം കൊടുത്തില്ലെന്നേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെയൊക്കെ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെറുതെ ഇരുന്ന് പറയുന്നതെന്നുള്ള രീതി അടുത്ത വ്ളോഗ് വന്നിട്ടുണ്ട്. ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം. സാധാരണ ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ ഒരു ആക്സിഡന്റ് ഒന്നോ എന്തേലും അറിഞ്ഞാൽ എന്റെ പൊന്നോ കരഞ്ഞ് ഒരു പരിവാകും സ്ത്രീകള്. അയ്യോ എനിക്കിനി ആരുണ്ടോ എന്ന് പറഞ്ഞ് കരയുന്ന കോമഡി പറയുന്ന പോലെ തന്നെ മുഴുവൻ നേരം കരച്ചിലോട് കരച്ചില്. ഒരു കരുത്തുണ്ട് എന്ന് പറയാനും കരുത്തായിട്ട് നിൽക്കുന്നില്ല. കരുത്ത് പുരുഷനെക്കാട്ടും സത്യം പറഞ്ഞ സ്ത്രീകൾക്കാവുള്ള. കാരണം ഓരോ പ്രസവത്തിലൂടെ മാരാര് പറയുന്ന പോലെ ഒന്നുമല്ല, ഓരോ പ്രസവത്തിലൂടെ സ്ത്രീ ഒരു രണ്ടാം ജന്മം പോലെ ആ പ്രസവത്തിലൂടെ അത്രയും വേദന സഹിക്കാനുള്ള കരുത്ത് സ്ത്രീകൾ നേടുന്നുണ്ട്. അവർ പുരുഷനെക്കാട്ടും കരുത്തുണ്ട് അവർക്ക്. അത്രയും വേദന സഹിച്ചിട്ടും രണ്ടാമത് ഒരു പ്രസവിക്കുന്നില്ലേ. അപ്പൊ സ്ത്രീകൾക്കാണ് പുരുഷനെക്കാട്ടും മനക്കരുത്തൊക്കെയുള്ള ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ. എന്നാലും സ്ത്രീ ആർദ്രഹൃദയമുള്ളവള എന്ന് പറയുന്ന പോലെ അതും ഒരു സൈഡിലുണ്ട്, എല്ലാ ഭാവവും ഉണ്ട്. അപ്പം ഭർത്താവിന് മക്കൾക്കൊക്കെ ഒരു വിഷമം വന്ന് ഒരു ആക്സിഡന്റ് ആയ പിന്നെ സമനില തെറ്റി കരഞ്ഞു പോയി ഹോസ്പിറ്റലിൽ ഇളക്കി മറിച്ച് തിരിച്ചു വെക്കും. ഇവിടെ സാറ ജോസഫ് ഇതൊരു ടൂറ് പോയ പോലെ, എവിടെയോ മൂന്നാറിനൊക്കെ ടൂറ് പോയാൽ എങ്ങനെ ഇരിക്കും, ആ അവതരണമാണ് അതിന്റെ ശൈലി. പിന്നെ അതിലൂടെ തന്നെ ഒരു മെസ്സേജും ഉണ്ട്. ആ കുട്ടി അറിഞ്ഞോ അറിയാതെ ചെയ്താണെങ്കിലും ഒരു പോസിറ്റീവാണ്. കാരണം ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നവർക്ക് നമുക്കൊരു വേദനയും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശ വരും. അങ്ങനെയുണ്ട്. പേഷ്യന്റ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അനങ്ങാൻ മേലാതെ ബെഡിലൊക്കെ കിടക്കുമ്പം നമ്മൾ ബാക്കിലോട്ട് ആലോചിക്കും. പിന്നെ നമുക്കൊരു നിരാശ വരും, ചിലപ്പോൾ സങ്കടം വരും. അങ്ങനെയൊക്കെയാണ് പല വേദനകൾ സഹിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ഓരോ രീതികളുണ്ട്, ആ പരിശോധന ഈ പരിശോധന, ഇതിനൊക്കെ പോകുമ്പോൾ ഒരു നിരാശയും വിഷമമൊക്കെ വരും. പക്ഷെ കൂടെ നിൽക്കുന്നവർ ഭയങ്കര എനർജി ആയിട്ട് അങ്ങനെ തുള്ളി ചാടി നിൽക്കുകയാണെങ്കിലോ, റബ്ബർ പാല് കുടിച്ച മാതിരി നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ ടെൻഷനിലേക്ക് പോകല്ലേ. ഈ കുട്ടി അതാണ് ചെയ്തിരിക്കുന്നത്. ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ പുള്ളിക്കാരത്തി കോമഡി വ്ളോഗ് എടുത്തിട്ടിരിക്കുന്നു. ഇപ്പൊ ആക്സിഡന്റ് ആയതൊക്കെ ഒന്ന് കണ്ടു തുടങ്ങാവേ. അമ്മായിപ്പനെ അമ്മായിമ്മയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കും ചാച്ചനും ഓർമ്മയുള്ളൂ. വീട് തിരിച്ചു വെക്കലെന്ന് പറഞ്ഞാൽ നേരെ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി. വീട് തിരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിലിറങ്ങിച്ചായിരിക്കും. മുണ്ടം പിണ്ടിയും വെട്ടി കൊലയും തൂക്കി നേരെ പോയത് തേണ്ട പിന്നെ ഇങ്ങോട്ടത്തേക്കാ. വീട് തിരിക്കാൻ പറ്റാത്തോണ്ട് നേരെ റോഡിൽ പോയി അങ്ങ് ചരിഞ്ഞു കിടന്നു. വയനാട്ടിൽ നിന്ന് നേരെ തിരിച്ചു തേണ്ട ജയഭാരതിക്ക് ഇങ്ങ് തിരിച്ചെത്തി. ഇനി അവൻ 6 മാസത്തേക്ക് ബസ്സിലുണ്ടോ നോക്ക്. മുഖം നല്ല ചക്കരമുണ്ടം പോലിരിക്കുന്നു. ചരിഞ്ഞതൊരു 3 ലക്ഷം രൂപയുടെ ചരിവാ അങ്ങ് ചരിഞ്ഞത് കണ്ടോ. അവസാനം ഐസിയുലൊക്കെ കയറ്റി എല്ലാരും കഥ പറച്ചിലൊക്കെ തുടങ്ങി. അമ്മ അതിന്റെ ഇടയ്ക്ക് തേണ്ട കഥാപ്രസംഗമൊക്കെ ഇവിടെ നടത്തുന്നു. അങ്ങനെ ചാച്ചൻ തിരിച്ചിറങ്ങിയപ്പോ ഒറ്റ ചോദ്യമായിരുന്നു, മോനെ കംഫർട്ടബിൾ അല്ലേ? അങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. ഈ കാല് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ മാർക്കറും ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഡിസൈനും കൊടുക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടപ്പനും പെടലിയും വന്ന് ചാച്ചനെ കാണാൻ. കംഫർട്ടബിൾ ആണെന്ന് അറിയണമല്ലോ. പിന്നെ ആശുപത്രി ആയാലും ഓറഞ്ചും ആപ്പിളും മസ്റ്റ് ആണല്ലോ. ചാച്ചന്റെ വിചാരം അവനെ ഏതാണ്ട് ടൂർ കൊണ്ടുവന്നേക്കുന്ന. ടി വി ആഹാരത്തിന് ആഹാരം. വന്നവരെയും പോയവരൊക്കെ ഈ വീഡിയോയിൽ എടുക്കാൻ പോയി ഈ വീഡിയോ ഒന്ന് തീരുത്. നോക്ക്, കഴിഞ്ഞ കാലത്ത് ഇവനെ ഏതാണ്ട് ശത്രുത ഉള്ള പോലെ ഈ 2 കൈയും വെച്ചിട്ട് ഇവനിത് കഴിക്കുന്നത്. കൈ വഴിയെങ്കിൽ കയ്പിനൊന്നും ഒരു കുറവും. ഇങ്ങനെ ചില കാര്യങ്ങളോട് ഇവൻ നീതി പുലർത്തുന്നത് കണ്ടോ. നോക്ക്, കവറ് തന്നെ പാടിച്ച് നക്കി വെച്ചിരിക്കുന്നു. ഇതോടെ തീർന്നില്ല, അടുത്ത സാധനം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ആക്സിഡന്റ് കാണും മുഖത്തൊക്കെ ഉള്ളത് കാണുമ്പോഴും അതുപോലെ തന്നെ കാല് നല്ല ഇച്ചിരി അത്യാവശ്യം പരിക്കുകളൊക്കെ ഉണ്ട്. അത് സീരിയസ് ആണ്, അത്യാവശ്യം സീരിയസ്, വലിയ സീരിയസ് അല്ല. പക്ഷെ എന്നാലും ഇത് മതി ആൾക്കാർക്ക്. അവരുടെ ഗ്യാസ് പോയ അയ്യോ ഒത്തോ എന്നും പറഞ്ഞ് ഒരു വല്ലാത്ത ഈ 2 ഭാര്യയും ഭർത്താവും 2 കുട്ടികളും
ഇതിലൂടെ എങ്ങനെയാ അവര് സത്യം പറഞ്ഞാൽ മൂന്നാറിൽ ടൂർ പോയിട്ട് റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുന്നല്ലേ, TV ഒക്കെ കണ്ട്. TV ഒക്കെ ഇപ്പൊ എല്ലാ മുറികളിലും ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. എന്നാലും ആൾക്കാർ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്നാണ്ടല്ലോ ആൾക്കാർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുക പോലും ഇല്ല. ടെൻഷനോ എന്തൊക്കെയോ ഇതുമൊക്കെ ആയിട്ട് മനുഷ്യര് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേ വേറൊരു ഇറിറ്റേഷനുമാണ്. അങ്ങനെയുണ്ട്, ഒരു ഇറിറ്റേഷനും ദേഷ്യവും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. ഈ പയ്യൻ ചെയ്യുന്നുണ്ടോ, അത്യാവശ്യത്തിനൊക്കെ കിട്ടുന്നതൊക്കെ തിന്നുക, TV ഒക്കെ കണ്ടിരിക്കുക, കൂടെ നിൽക്കുന്ന ഭാര്യയാണ് 4 അടിപൊളി വൈബ്, ഭയങ്കര. അത് കഴിഞ്ഞുള്ളതാണ് വൈറലായത്. ഇതല്ല വൈറലായ സീൻ, ഇത് കഴിഞ്ഞുള്ള സീനാണ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടൊരു തീറ്റി മത്സരം അങ്ങ് തുടങ്ങി. അതിന്റെ വിവരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാമികങ്ങ ഈ മുതുക്കെന്നും പറഞ്ഞൊരു ഭാഷ, ഓരോരുത്തരുടെ ശൈലിയാണല്ലോ, അത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. അതുപോലെ നമ്മുടെ ജാസ്മിൻ ജാഫർ ഓരോന്ന് അവതരിപ്പിക്കുന്ന ഇപ്പോഴത്തെ അല്ല ആദ്യകാലത്തെ വ്ളോഗിലൊക്കെ പുള്ളിക്കാരത്തിയുടെ ഒരു ശൈലി ഒരു വലിയ രസമുണ്ട്. ഇപ്പോഴും കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു കേട്ടോ. അതേപോലെ വേറിട്ട് നമ്മുടെ സാറയുടെ ആ സംസാര ശൈലി അതൊന്ന് കേൾക്കണം. ഒരു കോമഡിയാണ് കംപ്ലീറ്റ്. കേട്ടിരിക്കുമ്പോൾ പല വ്ളോഗും കണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. അപ്പൊ ന്യൂജൻ പിള്ളേരൊക്കെ അത്ര ബോധമില്ല വിവരമില്ല എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അവരിൽ നിന്ന് പഠിക്കാണ്ട്. ഈ കുട്ടികൾ ഈ ഹോസ്പിറ്റലിലെ കാണിച്ച സീനുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകണം. അപ്പൊ നമുക്ക് ഈ ടെൻഷൻ അടിച്ച് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ടെൻഷൻ അടിച്ച് പണ്ടാരം ഇടയ്ക്ക് വയസ്സും ചെന്ന് മുടി നരച്ച് പെട്ടെന്ന് മുടി നരയ്ക്കും. 30 എത്തുന്നതിന് പറഞ്ഞ ടെൻഷൻ ഉണ്ടെങ്കിൽ മുടി നരയ്ക്കും. അങ്ങനെ സ്കിന്നും എല്ലാം ഒരു രീതിയിലായിപ്പോവും. അതേ സമയത്ത് ഇതിനെയൊക്കെ കല്ല് വെല്ലി എന്നുള്ള ഒരു രീതി കണ്ട് ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. നിങ്ങളെ കണ്ടിട്ട് ആ ഒരു പ്രായം പറയുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് അത്ര പ്രായം തോന്നുന്നില്ല, ഒരു 10-15 വയസ്സ് താഴോട്ടേ തോന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് ജന്മനാ കിട്ടിയതൊന്നുമല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ ഇപ്പൊ രാത്രിയിൽ എന്തെങ്കിലും രാത്രിയാവുമ്പോൾ കിടക്കുമ്പോഴത്തേനും വൻ വിഷയമാണെങ്കിലും രാവിലെ എണീക്കുമ്പോൾ ചിരിച്ചോണ്ട് പിറ്റേ ദിവസത്തെ വരവേൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രതിസന്ധികളിൽ തളരാൻ നിൽക്കുന്നവരാണ് പ്രായം തോന്നിക്കാതിരിക്കുന്ന സ്കിന്നൊക്കെ ഉള്ളവരെന്നാണ് പുതിയ കണ്ടുപിടുത്തം കേട്ടോ. അപ്പൊ ഇവര് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇവര് പറയുന്നത് ശരി കേട്ടിരിക്കുമ്പോൾ കോമഡി രീതി സർവ്വതും പറയുന്നത്. എന്നാലും നമുക്ക് ആ തീറ്റി മത്സരം ഒന്ന് കാണാം. ചാച്ചൻ ആക്സിഡന്റ് ആയപ്പോൾ എന്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചന്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം അങ്ങ് തുടങ്ങി. തരക്കേടില്ലാത്ത കൂട്ടാനുള്ളതുകൊണ്ടായിരുന്നു നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചേരം വിശ്രമിക്കാനിരുന്നു. പക്ഷേ എന്നിട്ടും വിശപ്പ് മാറാത്തതുകൊണ്ട് നേരെ ചെന്നപ്പോൾ കാക്കിലെ മുന്തിരി ഇരിക്കുന്നുണ്ട്. നല്ലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. മുന്തിരി തീരുന്തോറും എന്റെ വിശപ്പ് കൂടി വരുന്നോണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചും തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന ആരോ ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ചു പറിച്ച് നോക്കി, അതും എടുത്ത് കഴിച്ചു. എൻ്റെ അടുത്ത് ഒരു കുരുവും കിട്ടി. ഇടയ്ക്ക് ചാച്ചന്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ എലൈറ്റിന്റെ ബ്രെഡും ജാമും ഉണ്ട്, അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിക്കാം. അപ്പം വയറിനും മനസ്സിനും കുറച്ച് ശമനം തോന്നി. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിനുണ്ടായിരുന്ന ജാമ് ചാച്ചന്റെ വായിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്ന് ഉറങ്ങി. ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണീറ്റപ്പോൾ പിന്നെയും വിശപ്പ്. അപ്പോഴാ ഓർത്ത് അമ്മ ചാച്ചനെ കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിന് ഒരു ആപ്പിൾ അവന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. ബാക്കി പറഞ്ഞാൽ ഞാൻ അവന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിയിലെല്ലാം ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നു. കഴിച്ചതെല്ലാം തയ്ക്കാൻ വേണ്ടി വരാന്തേ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് റൂമിൻ്റെ അകത്ത് വേറൊരു സാധനം ഇരിക്കുന്ന ആരും ഞാൻ ഓർത്തത്. അതെടുത്ത് വരാന്തേ വന്ന ആരെ ശ്രദ്ധ പറ്റുന്നതിൽ മനസ്സിലായപ്പോൾ കുറച്ചേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പേഷ്യൻസിനെ ബസ് സ്റ്റാൻഡറിനൊക്കെ നോക്കി കഴിച്ചും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചൻ്റെ കുറേ റെസിപ്റ്റും മരുന്നും എക്സ്റേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ അതേ മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് ഒരു ഓറഞ്ച് എടുക്കുന്നു. അവിടെ നിന്ന് അതും എടുത്ത് നേരെ റൂമിൽ പോയി മണപ്പിച്ച് നോക്കി. വ്യാജനല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു കുളിക്കാൻ കണ്ണിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 8 എണ്ണമാണ് എൻ്റെ അളവിൽ. അപ്പം ഞാൻ എക്സ്ട്രാ വന്ന് അങ്ങ് കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ 8 എണ്ണം തന്നെ. അപ്പോൾ അതിന് നേരെ അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് ചാച്ചൻ്റെ വായിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പുളി ഉണ്ടായിരുന്നു, എനിക്കത് വിഷയമല്ലെന്ന് ചാച്ചനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അതാണ്ട് ഉപ്പ് ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. അതിന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കി ഒരെണ്ണം ഞാൻ ചാച്ചന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇടയ്ക്ക് കിട്ടിയ എക്സ്റേയും ബില്ലുകളും റിസൾട്ടുകളും ഒക്കെ ഉണ്ട്. അത് മാത്രമേ തിന്നാതെ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് തിന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചാച്ചന് കൊണ്ട് എന്നൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ജനങ്ങളല്ല ഇത് എന്ത് ജന്മം, അവനെ പട്ടിണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു. അപ്പൊ പുള്ളി അടുത്ത വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനൊന്നും കൊടുക്കാതെ ഒന്നും ഇരുന്നില്ല. പക്ഷെ ഇത് ഈ അവതരണ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ നേരം ഇങ്ങനെ തിരി, ഇത് കുറേശ്ശെ ആയിട്ടൊക്കെ എടുക്കുന്നത്. എന്നാലും ആ അവതരണ ശൈലിയിലാണ്. പിന്നെ രണ്ടാമത് ആ വൈബ്, അതായത് ഹോസ്പിറ്റലിലാണെന്ന് ഒന്നുമില്ല, രണ്ടുപേരും കൂടെ പ്രായത്തിന്റെ ആവാം. എന്നാലും അങ്ങനെ പ്രായത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല. ചില പെൺകുട്ടികളാണെങ്കിൽ ആ കിടക്കുന്ന ആൾക്കാരെ കൂടെ കരഞ്ഞ് അയ്യോ എന്റെ ഏട്ടൻ ഇങ്ങനെ വന്നല്ലോ എന്നും പറഞ്ഞ് നിലവിളിച്ച് ഒരു പരുവാക്കി അന്തരീക്ഷം വളരെ മോശമാക്കും.
ആ സ്ഥാനത്ത് ഈ കുട്ടി ഇങ്ങനെ ഈ കാണിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കൂടാതെ വേറൊരു വ്ളോഗുണ്ട്. ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുന്നു, പോകുന്ന വഴിക്ക് ഒരു കല്യാണ വീട് കാണുന്നു, കയറി ഇരുന്ന് വിളിച്ചിട്ടൊന്നുമില്ല, കയറി നിന്ന് അന്തസ്സായിട്ട് കുശാലായിട്ട് മുഴുവൻ സാധനം ഐസ്ക്രീം ഉൾപ്പെടെ വെൽക്കം ഡ്രിങ്ക് തുടങ്ങിയ ഐസ്ക്രീം ഉൾപ്പെടെ സർവ്വ സാധനവും മേടിച്ച് തീറ്റി കഴിഞ്ഞിട്ട് ആ കേറ്ററിംഗുകാരെ പുകഴ്ത്തി വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്ളോഗുണ്ട്. പിന്നെ ആ വ്ളോഗ് ഇതാരെടുത്ത് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ആ വ്ളോഗ് കാണുമ്പോൾ. കാരണം ഈ ഷൂട്ട് ചെയ്യുന്ന വേറൊരാൾ വേണമല്ലോ, ഈ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയെന്നൊക്കെ പറയാൻ ഷൂട്ട് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ രണ്ടുപേരുടെ ആയിരിക്കും തിന്നത്. എന്താണെങ്കിലും വിളിക്കാത്ത സദ്യക്ക് പോയി ഉണ്ടിട്ട് അത് വിശദീകരിച്ച് വ്ളോഗ് ഇട്ട ഒരു വ്യക്തിയാണ്. എന്നിട്ട് അത് ആ കേറ്ററിംഗുകാർ കണ്ടിട്ട് അവര് കമന്റ് ഇട്ടെന്നാ പറയുന്നത്. അവർക്ക് നല്ല റീച്ച് കിട്ടി ആ ഒരു സംഭവത്തോടു കൂടി. അത്ര മിടുക്കിയാണ് സാറാ ജോസഫ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.